എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നേരത്തെ, അതായത് തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഈ സിസ്റ്റം ഇതിൻ്റെ ഹാർഡ് ഡിസ്ക് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ നേരത്തെ കാണിച്ചത്. അപ്പോൾ റീപ്ലേസ് ചെയ്തിട്ട് ഇതിനകത്ത് മാക് OS നമ്മൾ ഇട്ടത് ലയൺ ആയിരുന്നു ഇതിൻ്റെ ബേസ് ആയിട്ടുണ്ടായിരുന്നു. അതിനെ നമുക്ക് മാക്സിമം അപ്ഡേറ്റ് ചെയ്യാവുന്നത് CR വരയ്ക്കുന്നതിൽ. പക്ഷെ ഞാൻ ക്യാപ്റ്റൻ എന്നുള്ള OSലാണ് ഇത് ബൂട്ടപ്പ് ചെയ്തെടുത്തത്. അപ്പോൾ അതിൻ്റെ ബൂട്ടപ്പ് ഡിസ്ക് ഉണ്ടാക്കുന്നതിനെ പറ്റി ഞാൻ വേറെ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും ലിങ്ക് താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഇപ്പോൾ ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിനകത്ത് ക്യാപ്റ്റനാണ് ഇട്ടേക്കുന്നത്. ക്യാപ്റ്റൻ ഇടുമ്പോൾ പല സോഫ്റ്റ്വെയറുകളും ഇതിനകത്ത് സൂട്ടാക്കില്ല. കാരണം അപ്ഡേറ്റ് ചെയ്യപ്പെട്ട പല സോഫ്റ്റ്വെയർ നമുക്ക് വേണ്ട, എനിക്ക് ഒന്നുകൂടെ ഉപയോഗിക്കുന്ന ആഫ്റ്റർ എഫക്ട്സോ അല്ലെങ്കിൽ ഫോട്ടോഷോപ്പോ ഈവൻ ഗൂഗിൾ ക്രോം പോലും ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ഓൾഡ് വെർഷൻസ്. അപ്പോൾ നമുക്കതിന് ന്യൂ അപ്ഡേറ്റ്സ് ഒന്നും കിട്ടത്തില്ല. 2012 മുന്നേ ഉള്ള 2012 മുന്നേ ഉള്ള മാക്സുകളിൽ നമുക്ക് മാക്സിമം ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ് ക്യാപ്റ്റൻ തുടങ്ങിയത്. ക്യാപ്റ്റനാണ് ഞാൻ ഇപ്പോൾ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഇപ്പോൾ നിലവിലുള്ള പുതിയ അപ്ഡേഷൻസ് ആയിട്ടുള്ള പുതിയ റിവ്യൂസ് പറഞ്ഞാൽ കുറേ വർഷമായി, എന്നാൽ പോലും നമുക്ക് അത്യാവശ്യം പുതിയ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന OSകളായിട്ടുള്ള കാറ്റലീന, മൊഹാവി അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. എന്തായാലും 2012 മാക്കാണ് ഞാനിപ്പോൾ MacBook Pro ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് എനിക്ക് ഏറ്റവും ഈസിയായിട്ട് ഉപയോഗിക്കാൻ തോന്നിയത്, അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയത് കാറ്റലീനയ്ക്കതാണ്. അപ്പോൾ ഈ സിസ്റ്റത്തിനകത്ത് ഞാൻ കാറ്റലീന ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അതിന് നമ്മൾ പറയുന്നത് പാച്ചിങ് എന്നാണ്. അപ്പോൾ എങ്ങനെയാണത് പാച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് പ്രത്യേകിച്ച് പ്രോഗ്രാമിങ്ങുകൾ, ആ പ്രോഗ്രാമിങ്ങുകൾ ഒന്നും ഞാൻ ചെയ്തതല്ല. ഇതൊക്കെ എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പല യൂട്യൂബുകളിലും അല്ലാതെ സൈറ്റുകളിൽ നിന്നെല്ലാം സെർച്ച് ചെയ്തെടുത്തതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാനിതിൻ്റെ വലിയ എക്സ്പേർട്ടൊന്നുമില്ല. പക്ഷേ എനിക്ക് വന്ന ആവശ്യങ്ങൾ ഞാൻ ഓരോ സമയം ചെയ്ത് എനിക്കിതിനകത്ത് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു മിനിമം 16 GB 8 GB റിസ്ക്കാണ്. സോ 16 GB മുകളിലോട്ടുള്ള ഒരു ഫ്ലാഷ് വേണം. അത് നമുക്ക് ഫോർമാറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറുക. അപ്പോൾ എൻ്റെ ഡൗൺലോഡ് ലേറ്റസ്റ്റ് വെർഷൻ എൻ്റെ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇങ്ങനെ പാച്ച് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന 1-2 കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും നമ്മുടെ ചില യഥാർത്ഥ വെർഷനുകളിൽ ഉപയോഗിക്കുമ്പോൾ നടക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ നടക്കില്ല. ചിലപ്പോൾ ചില ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആകാൻ ബുദ്ധിമുട്ട് കാണിക്കും. ചില ആപ്ലിക്കേഷൻസ് അത് ഡിസ്പ്ലേക്ക് ശകലം കാണിക്കും. അതായത് പെർഫോമൻസ് വൈസ് മോശമല്ലെങ്കിലും ചില വ്യത്യാസങ്ങളൊക്കെ വന്നിട്ട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡേറ്റാസും അതുപോലെ തന്നെ സംഭവങ്ങളെല്ലാം നമ്മൾ സേഫാക്കി വെച്ചേക്കുക. അപ്പോൾ മാക് OS കാറ്റലീന പാച്ചപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിൻഡോ കിട്ടും. ഇത് ഏകദേശം 8 GB ഉണ്ട്. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ ചോദിക്കും, ഇത് ഏത് ഡ്രൈവിലേക്കാണ്. പിന്നെ ബൂട്ടബിൾ ഡിസ്ക് ക്രിയേറ്റ് ചെയ്യണമെന്ന്. അതിനകത്ത് നമ്മൾ ഓൾറെഡി ഫ്ലാഷ് ഡ്രൈവ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഫോർമാറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ ഈ ഡൗൺലോഡ് ചെയ്തത് കോപ്പി ചെയ്യണം. അപ്പോൾ ആ പാറ്റ് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അതിലേക്ക് ബൂട്ടബിൾ ഡിസ്ക് ക്രിയേറ്റ് ചെയ്യും. ഓൾമോസ്റ്റ് നമ്മുടെ ബൂട്ടബിൾ ഡിസ്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ കണക്ട് ചെയ്തിരുന്ന അതിലേക്ക് ബൂട്ടബിൾ ഡിസ്ക്
നമ്മളുടെ ഫ്ലാഷിലേക്ക് അതിൻ്റെ ബൂട്ടബിൾ ഡിസ്ക് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കിത് അൺസ്റ്റാർട്ട് ചെയ്യാം. റീസ്റ്റാർട്ട് കൊടുത്തിട്ട് സെയിം തമ്മിൽ ഓപ്ഷൻ കീ പ്രസ് ചെയ്യുക. ഓപ്ഷൻ കീ പ്രസ് ചെയ്താൽ സ്വാഭാവികമായിട്ടും ബൂട്ടബിൾ ഡിസ്ക് ഡിറ്റക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അൺടൈറ്റിൽഡ് മാക്ബുക്ക് എച്ച് രണ്ടും വന്നിരിക്കുന്നു. അതിനകത്ത് നമുക്ക് വേണ്ടത് അൺടൈറ്റ് വഴി, അതായത് മാക്കോസ് മൊഹാവി കാറ്റലീന വഴി കയറുക എന്നുള്ളതാണ്. നമ്മുടെ വീണ്ടും ഓപ്ഷൻസ് വന്നിരിക്കുകയാണ്. അതിനകത്ത് റീഇൻസ്റ്റാൾ മാക്കോസ് എന്നുള്ളത് കൊടുക്കുക. കണ്ടിന്യൂ. ഇവിടെ നമ്മളൊരു ഇൻസ്റ്റലേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാം. കൊടുക്കുക, എവിടെയാണോ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ആ ഹാർഡ് ഡിസ്ക് നമ്മൾ ചൂസ് ചെയ്യുക. ഇൻസ്റ്റാൾ പവർ സോഴ്സ് ഇൻസ്റ്റാൾ ചെയ്യുക. ഒത്തിരി ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. അവിടെ നിന്ന് അടുത്തൊരു വീഡിയോയിലേക്ക് പോകും. അത് സ്വാഭാവികമായിട്ട് കുറച്ച് നേരം 20 മിനിറ്റ്സാണ് കാണിക്കുന്നത്. അപ്പോൾ എന്താണിത്? ആപ്ലിക്കേഷൻ ഫൈൻഡർ ഈസ് നോട്ട് ഓപ്പൺ എനിമോർ. അത് നേരത്തെ നമ്മൾ ക്ലോസ് ചെയ്തതിൻ്റെയാണ്. നൈറ്റ് ഷിഫ്റ്റ് പാച്ച്, ഒപ്റ്റിമൈസ് യുവർ മാസ്ക്, അപ്ഡേഷൻ നമുക്ക് പിന്നെ ചെയ്താൽ മതി. സോ ഇതേ ഓക്കെ, താങ്ക് യു. നമ്മുടെ OS എന്താണെന്ന് ചെക്ക് അബൌട്ട് ദിസ് മാക് OS Catalina വെർഷൻ 10.15.7. ഓക്കെ, നേരത്തെ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10.7.5 ആയിരുന്നു. ഇപ്പോൾ 10.15.7 macOS Catalina. എല്ലാം പെർഫെക്റ്റ് ആണ്. ബിൽറ്റ് ഇൻ ഡിസ്പ്ലേ, സ്റ്റോറേജ് എല്ലാം കാണിക്കുന്നുണ്ട്. എൻ്റെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ രാത്രിയാണ് ഞാനിത് ഇട്ടത് ഇൻസ്റ്റാളേഷനായിട്ട്. പക്ഷെ അത് ഒരുപാട് ടൈം എടുത്തതുകൊണ്ട് ഞാൻ അത് ഇതിട്ട് വെച്ച് പോയി. ഇപ്പോൾ രാവിലെ വന്ന് ഓപ്പൺ ചെയ്തപ്പോൾ നമ്മുടെ മാക്ഓഎസിൻ്റെ ഇൻസ്റ്റലേഷൻ വിൻഡോസിലേക്കാണ് പോയത്. അതായത് സെറ്റപ്പുകളിലേക്ക് പോയി. പക്ഷെ അതെനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഏതായാലും ഇൻ കേസ് ഒരു പക്ഷേ ഇതിനകത്ത് ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്തിട്ട് വീണ്ടും നമ്മുടെ ഓപ്ഷൻ കീ വഴി വീണ്ടും നമുക്ക് നമ്മുടെ ബൂട്ടബിൾ കീ അല്ല പാച്ച് ചെയ്ത് ഈ ഒരു പാച്ചിലൂടെ ബൂട്ടബിൾ ആക്കപ്പെട്ട ഈ ഫ്ലാഷ് മെമ്മറിക്കുള്ളിൽ വെച്ച് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഇതിൻ്റെ സിസ്റ്റം ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടെ ചെറിയ രീതിയിൽ പറയാം. അതായത് macOS 2011 അതിനകത്ത് സപ്പോർട്ട് ചെയ്യപ്പെടുന്ന മാക്സിമം OS ആയിട്ടുള്ള Captainൽ നിന്നും നമ്മുടെ 2012 ശേഷമുള്ള ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് എല്ലാ ആപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്ന OS ആയിട്ടുള്ള കാറ്റലീനയിലേക്ക് എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാം എന്നുള്ളതായിരുന്നു വീഡിയോ. അപ്പം അതിന് നമ്മൾ ചെയ്തത് ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്കുണ്ട്. ആ ലിങ്ക് വഴി പാച്ച് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് ഒരു 16 GB മിനിമം ഉള്ള ഒരു ഫ്ലാഷ് മെമ്മറിയിലേക്ക് അത് ബൂട്ടബിൾ ഡിസ്കായിട്ട് ഇൻസ്റ്റലേഷൻ ചെയ്യാം. നെക്സ്റ്റ് ആ ഇൻസ്റ്റലേഷൻ ചെയ്ത ബൂട്ടബിൾ ഡിസ്ക് വഴി ബൂട്ട് ചെയ്യുക, OS ഇൻസ്റ്റാൾ ചെയ്യുക, സംഭവം സെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ചെറിയ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിലൂടെ വരാം. ബൈ.